ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഇറങ്ങിയത് എങ്ങടാന്ന് വെച്ചാൽ നമ്മളെ ഷർക്കിലെ ഫിഷ് മാർക്കറ്റിലേക്കാണ് കേട്ടോ. നാട്ടിൽ പോയി വന്നേ പിന്നെ കുറച്ച് ഫിഷൊക്കെ മേടിച്ച് വെക്കാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാട്ടോ. രണ്ടുപേരും ഇറങ്ങിയപ്പോൾ നല്ല വിശപ്പ്. അങ്ങനെ ഇതേ മാക്ക് റെസ്റ്റോറൻറ്റിൽ 2 ഷവർമയും ചായയൊക്കെ മേടിച്ച് കഴിച്ച് നേരെ പോയി നമ്മുടെ ഷർക്ക് ഫിഷ് മാർക്കറ്റിലേക്ക്. അവിടെ ചെന്നപ്പോൾ ഇതേ ഫസ്റ്റ് തന്നെ നമ്മൾ വെജിറ്റബിളിൻ്റെ മാർക്കറ്റ് കണ്ടു. അത് കഴിഞ്ഞ് അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടോ. ഒരു മീനിൻ്റെ വലിയ ചാകര തന്നെ അവിടെ ഉണ്ടായിരുന്നു. ഒത്തിരി സ്റ്റാൾസ് ഉണ്ടായിരുന്നു. നമുക്ക് ഏതേതാ എടുക്കേണ്ടതെന്നുള്ള കൺഫ്യൂഷനുണ്ട്, ഏത് സ്റ്റാളിലേക്ക് പോകേണ്ടതെന്നുള്ള കൺഫ്യൂഷനുണ്ട്. അപ്പോഴാണ് നമ്മുടെ ഒരു മലയാളി ചേട്ടനെ നമ്മൾ കണ്ടത്. അങ്ങനെ നേരെ ഇതേ ആ ചേട്ടൻ്റെ അടുത്തേക്ക് ചെന്ന് നമ്മളിതാ ഒത്തിരി മീനുകൾ, ചൂര, മോത, അയില, ഒത്തിരി മീനുകൾ, സ്രാവ്, ചെമ്മീൻ, ഞണ്ട്, നല്ല ഫ്രഷ് ഞണ്ടും സ്രാവൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ നല്ല ഭംഗിയിൽ അതിനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഏതേതാ തിരഞ്ഞെടുക്കുവാണ്, വളരെ കുറച്ച് മതിയല്ലോ 2 പേർക്ക്. അപ്പോൾ നമ്മൾ അതിന് ആവശ്യമുള്ളതൊക്കെ എടുത്തു. ഇത്തവണ പിന്നെ ചെമ്മീനും ഞണ്ടൊന്നും എടുത്തില്ല, സാധാ കുറച്ച് കോമൺ മീനുകൾ നമ്മൾ എടുത്തു. അങ്ങനെ അതൊക്കെ കട്ട് ചെയ്യാൻ പറഞ്ഞിട്ട് നമ്മൾ അടുത്ത സ്റ്റാളിലേക്ക് നടന്നു. അപ്പോൾ അവരെല്ലാവരും വേണോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ചുമ്മാ കുറച്ച് വീഡിയോസൊക്കെ എടുക്കാം. ഇതേ നല്ല തിളങ്ങണ മീനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അറബികളുടെ കുറച്ച് നല്ല അത്യാവശ്യം നല്ല നല്ല മീനുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ തന്നെ മത്തി അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നല്ല ഭംഗിയുണ്ട്. കുറച്ച് രാത്രി ആയതുകൊണ്ട് തന്നെ കുറച്ച് പേരൊക്കെ ഉള്ളൂ, തിരക്കൊച്ചിരി കുറവാന്ന്. അങ്ങനെ അതൊക്കെ മേടിച്ചു, കട്ട് ചെയ്ത് കഴിഞ്ഞ് ഇതേ വാങ്ങിച്ചിട്ട് നമ്മൾ അവിടുന്ന് ഇറങ്ങിയിട്ടോ. പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് ഇങ്ങനെ മീനിൻ്റെ സ്റ്റാളുകൾ അവിടെ ഇട്ടിട്ടുണ്ട്. അവിടുന്നൊക്കെ നേരെ ഇറങ്ങി നമ്മൾ നേരെ പോയത് ഷുവൈക്കിലെ നമ്മുടെ ഗാർഡനിങ് ചെയ്യുന്ന ചെടികളും ഇൻഡോർ ഔട്ട്ഡോർ പ്ലാന്റ്സ് വാങ്ങാനും കുറച്ച് അക്വേറിയത്തിലേക്ക് ഒരു 2-3 ഫിഷും കൂടെ മേടിക്കാമെന്ന് വെച്ച് ഇറങ്ങി. നല്ലൊരു വൈബാണ് കേട്ടോ സിറ്റിയിൽ. നമ്മൾ ഈവനിങ് ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ല പലതരം ലൈറ്റുകൾ, നല്ല നല്ല ബിൽഡിങ്ങുകൾ, നല്ലൊരു വ്യൂ ആണ്. ഇപ്പോൾ ഫോട്ടോസിനായാൽ പോലും നമുക്ക് നല്ല അടിപൊളി ക്ലിക്ക് എടുക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് കേട്ടോ അത്. അങ്ങനെ ഓൾമോസ്റ്റ് നമ്മൾ ഷുവൈക്കൊക്കെ എത്താറായി. അങ്ങനെ ഇതേ അവിടുത്തെ നമ്മളെ പ്ലാന്റിൻ്റെ ഏരിയയിലേക്ക് നമ്മൾ കയറി. ഷോപ്പിലേക്ക് നല്ല നല്ല ചെടികൾ ഇങ്ങനെ വെച്ചിരുന്നു കേട്ടോ. എൻട്രൻസിൽ തന്നെ നല്ല പലതരം കളറിലായിരുന്നു അത്. അങ്ങനെ ഇതേ ചിലതൊക്കെ ഷേപ്പ് ചെയ്തെടുത്തത് കാണാൻ തന്നെ ഭയങ്കര ഭംഗിയായിരുന്നു ഓരോ ചെടികൾക്കും. അങ്ങനെ ഇതേ അവിടുത്തെ ചെണ്ടുമല്ലി ഉണ്ട്, പലതരം മഞ്ഞ, ഓറഞ്ച് കളറിലുണ്ട്. അതിന് തന്നെ ഓരോ ട്രേലാക്കിയിട്ടാണ് ഇവർ വെച്ചിരിക്കുന്നത്. ആ അറേഞ്ച്മെൻറ്റും ആ മെയിൻ്റെനൻസും എല്ലാം നല്ലൊരു ഭംഗിയിൽ അവർ വെച്ചിട്ടുണ്ട്. അതിനുള്ള ആൾക്കാരും അവിടെ ഉണ്ട് കേട്ടോ. എപ്പോഴും നൈറ്റ് ഒത്തിരി ടൈം വരെ ഉണ്ട് അത്. അപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ തന്നെ നല്ല പണിയാണ്, ഇത്രയും അറേഞ്ച്മെൻറ്റ്. പിന്നെ ഹാങ്ങിങ്ങിന് ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു. ഇതേ നമ്മുടെ നാട്ടിലെ മഞ്ഞ ചെണ്ടുമല്ലി ഉണ്ട്. നമുക്ക് ഓരോ പൂ കാണുമ്പോഴും നാട്ടിലെ ഓരോ ഓർമ്മയാണ്. എല്ലാ പൂക്കളും നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ്. ചില ചെടികളൊക്കെ നമ്മുടെ കാട്ടിൽ അവിടെ ഇവിടെയൊക്കെ നിൽക്കുന്നത്, പൊന്തയിലൊക്കെ നിൽക്കുന്നത് പോലും ഇവർ ചട്ടിയിലാക്കിയിട്ട് ഔട്ട്ഡോർ പ്ലാന്റ്സ് ആക്കിയിട്ട് വെച്ചിരിക്കുക. ചിലതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര നല്ലൊരു സന്തോഷം ചില പൂക്കളൊക്കെ കാണുമ്പോൾ. അങ്ങനെ ഇതേ നമ്മൾ ഹാങ്ങിങ് കുറച്ച് മണി പ്ലാന്റ്സ് നോക്കാമെന്ന് വെച്ച് കുറച്ച് ഉള്ളിലേക്കൊക്കെ കയറി. അങ്ങനെ അത് അറേഞ്ച് ചെയ്ത് വെക്കാനുള്ള ബേസും ചട്ടികളും കൂടെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഹാങ്ങിങ് കൂടെ എടുക്കാം. ഓൾറെഡി മണി പ്ലാന്റ് അവിടെ ഉള്ളതുകൊണ്ട് നമ്മൾ പിന്നെ എടുത്തില്ല. അപ്പോൾ നമുക്ക് കുറച്ച് ചട്ടി നോക്കണമായിരുന്നു. അങ്ങനെ അതും നമ്മൾ ഇത്രയിടം പോയിട്ട് എടുത്തു അതിൻ്റെ ഉള്ളിൽ നിന്ന്. പിന്നെ ഇങ്ങനെ ചുമ്മാ അത് കൂടെ ഒക്കെ ഒന്ന് റൗണ്ട് അടിച്ച് നടന്നു. അപ്പോൾ അതിലേക്ക് വേണ്ട അറേഞ്ച്മെൻറ്റ്, സ്റ്റോൺസ് ആയാലും എല്ലാം ഇങ്ങനെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ആനിമൽസും ട്രീസും ഒക്കെ ഉള്ള അതിൻ്റെ ഒരു സെക്ഷനും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഇതേ നല്ല രസത്തിലുള്ള ചെടി, നല്ല മരമാവുന്ന ചെടി പോലത്തെ, പക്ഷെ ഇത് ഇത്ര ഉയരെ വെക്കുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അതൊക്കെ കണ്ട് നമ്മളിങ്ങനെ ഓരോ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി അതൊക്കെ നോക്കി. അപ്പോൾ ഇത് എനിക്ക് ഇഷ്ടമായി കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് എടുത്താലോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് ഞാൻ. അപ്പം പിന്നെ അത് വേണ്ടാന്ന് വെച്ചു. ഓൾറെഡി ഉണ്ട് വീട്ടിൽ. പിന്നെ ഇൻഡോർ പ്ലാന്റ്സ് ആണല്ലോ ഇത്. അതേപോലെ തന്നെ നമ്മുടെ ഈ കിണറ്റിൻ്റെ സൈഡിലൊക്കെ നിൽക്കുന്ന ഇങ്ങനത്തെ ഈ ചെടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മുള്ള് കണക്കിനുള്ള ചെടികളും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ മുള്ള് കണക്കുള്ള ചെടി ഞാനൊന്ന് പോയി തൊട്ട് നോക്കിയതാട്ടോ. എത്ര നല്ല ഷാർപ്പായിരുന്നു കേട്ടോ അത്. അത് കഴിഞ്ഞ് നമ്മൾ ഉള്ളിലേക്കൊക്കെ ഒന്ന് കയറി. അതിന് ഇനിയും ഉണ്ടായിരുന്നു അവരുടെ ഒത്തിരി അറേഞ്ച് ചെയ്ത് വെച്ച സാധനങ്ങൾ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഇതേ ചെടി, ഇതും കണ്ടിട്ട് ഞാൻ പറയുന്നു നാട്ടിൽ കിട്ടുന്ന ചെടിയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ നാട്ടിലും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇതിൽ കൂടെ ഒക്കെ നടക്കുമ്പോൾ ഇതിൽ ഫ്ലവേഴ്സൊന്നും ഉണ്ടാവില്ല, സാധാ ചെടികളാണ്. പക്ഷെ നല്ലൊരു ഭംഗിയാണ്, നാട്ടിൽ വന്നൊരു ഫീലായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ ഒന്ന് റൗണ്ട് അടിച്ച് നടന്നു. ഇങ്ങനെയൊക്കെ ഇവർ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഓരോ ദിവസവും ഇവരിത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അല്ലാതെ ഒന്നും നമുക്കിതിങ്ങനെ കീപ്പ് ചെയ്യാൻ പറ്റില്ല. കാരണം ഡെയിലി ഒത്തിരി കസ്റ്റമേഴ്സും അവിടെ വരുന്നുണ്ട്. ഒത്തിരി പേരും ഇവിടുന്നാണ് മേടിച്ച് കൊണ്ടുപോകുന്നത്, ഇൻഡോറും ഔട്ട്ഡോർ പ്ലാന്റ്സും എല്ലാം. ഇതിൻ്റെ അടുത്ത് തന്നെ നമുക്ക് ഫിഷ് ഉണ്ട്. അതേപോലെ തന്നെ
എല്ലാം തൊട്ടടുത്ത് തന്നെ ഉണ്ട്. അത് കാരണം എല്ലാം നമുക്ക് ഒരുമിച്ച് വാങ്ങാമെന്ന് വിചാരിച്ചിട്ടാട്ടോ ഞങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങി. അതേപോലെ തന്നെ നോക്കി തെങ്ങ് കണക്ക് 380 KD ആണ് ഈ ഒരു മരത്തിന്. ഇത് നമ്മുടെ കവുങ്ങാണ് ഇത്. പക്ഷേ നല്ല എക്സ്പെൻസീവാണ്, പക്ഷേ ഭംഗിയുണ്ട് കാണാൻ. അതേപോലെ തന്നെ ഇതിലേക്ക് വേണ്ട വിത്തുകളുണ്ടായിരുന്നു. നല്ല നല്ല ഇങ്ങനെ ഒരേ ഷേപ്പിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയ ചെടികളും ചട്ടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ ബാമ്പു ആയിരുന്നു കേട്ടോ. ചെറുതും വലുതും ഉണ്ടായിരുന്നു അവിടെ, വാട്ടറിൽ വെക്കുന്ന ബാമ്പു. അങ്ങനെ അപ്പോഴാണ് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത് അവിടെ ഹണി ഉണ്ടായിരുന്നു, ഒറിജിനൽ ഹണി. അത് ഫാം ഹണി ആയിരുന്നു കേട്ടോ. അവിടെ നമ്മുടെ ഫാമിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് അവരിവിടെ കൊടുന്ന് ഷോപ്പിൽ കൊടുത്തിട്ട് സെയിൽ ചെയ്യുന്നത്. അത് ഒറിജിനൽ ആയിരുന്നു, അത് അവിടുന്ന് പറയുകയും ചെയ്തു. അതേപോലെ തന്നെയാണ് പിന്നെ നമ്മൾ കണ്ടത് കാട്ടുതെച്ചി. ഈ കാട്ടുതെച്ചി ഇവരിതൊക്കെ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഇത് വാങ്ങി കൊണ്ടുവന്നവരുണ്ട് എന്ന് പറഞ്ഞു അവർ. കാരണം നമുക്കിതിന് നാട്ടിൽ പ്രത്യേകിച്ച് നമ്മളങ്ങനെ വിലയൊന്നും കൊടുക്കുന്ന സാധനമല്ല, പക്ഷേ അവർ നന്നായിട്ട് തന്നെ അവിടെ കീപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് നേരെ നമ്മൾ പോയത് നമ്മുടെ ഫിഷ് മേടിക്കാനാണ് കേട്ടോ, അക്വേറിയത്തിലേക്ക്. പക്ഷേ അവിടെ ചെന്ന് നമ്മൾ 2-3 കടകളിലൊക്കെ നോക്കി. അപ്പോൾ ലാസ്റ്റ് ഒരു കടയിൽ ചെന്നപ്പോഴാണ് നമുക്ക് ഇഷ്ടപ്പെട്ടത് കിട്ടിയത്. അപ്പോൾ ഓരോ കടയിൽ നിന്നും ഞാനിങ്ങനെ കുറച്ച് ക്ലിക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല രസമുള്ള മീനുകളായിരുന്നു കേട്ടോ. ബ്ലാക്കായിട്ടും ഓറഞ്ച് വൈറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഓരോരോ പേരുകളുണ്ട്. ഇതൊക്കെ നോക്കി നല്ല വരയുള്ള മീനുകളൊക്കെ, മഞ്ഞ യെല്ലോ, ഇതും നല്ല രസമുണ്ടായിരുന്നു രാത്രി ലൈറ്റിൽ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഏത് എടുക്കേണ്ടതെന്നായി. വളരെ കുഞ്ഞു മീൻ എടുത്തു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ചത്തുപോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ചു വേറൊരു തരം എടുക്കാം. നമ്മുടെ കയ്യിലുള്ളത് ഓൾറെഡി കുഞ്ഞു മീനായിരുന്നു. അപ്പം ഇത് കണ്ടപ്പോഴും നല്ല ഭംഗി. ഇത് ആദ്യം എടുക്കാൻ വേണ്ടിയിട്ടാണ് നിന്നേ. അപ്പോൾ വിചാരിച്ചു ഇനി വലുതെടുക്കാമെന്ന്. അങ്ങനെ നമ്മളൊരു 2 മീൻ മേടിച്ചു. അതിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും, അവരുടെ ഫുഡാണെങ്കിലും പിന്നെ എങ്ങനെ ഇട്ട് കൊടുക്കണമെന്നും എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണമെന്നും എത്ര ദിവസത്തിൽ മാറ്റണം വെള്ളം എന്നും, അങ്ങനെ നാട്ടിലത്തെ പോലെ ആ ഒരു നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്ത പ്രശ്നമല്ല, ഇവിടെ എല്ലാം പറഞ്ഞു തരുന്നുണ്ട് അവർ. അങ്ങനെ ഇതേ നമ്മൾ നല്ല രസമുണ്ടായിരുന്നു ഈ ഒരു മീനിനെ കാണാൻ. അങ്ങനെ അവർ നമ്മൾ പറഞ്ഞു 2 മീൻ എടുത്തു അവിടെ നിന്ന്. അത് അവർ ബോട്ടിലാണ്. അതേപോലെ തന്നെ ഫൈറ്റർ ഫിഷൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിനാണ് ഈ ബോട്ടിൽ വെച്ചിരിക്കുന്നത്. അതിന് താഴെ തന്നെ ഒരു വലിയൊരു അക്വേറിയം കണ്ടു. നല്ല ലെങ്ത്തിലായിരുന്നു അക്വേറിയം. നല്ല രസമുണ്ട് ആ മണൽത്തരികളും എല്ലാം കൂടി കാണാൻ. അങ്ങനെ അവസാനം അങ്ങനെ അവിടുന്ന് നമ്മൾ 2 മീനൊക്കെ മേടിച്ചു. അപ്പോൾ ഒരു വലിപ്പം കൂടി ഒരു അക്വേറിയം കൂടെ മേടിച്ചു കേട്ടോ. അപ്പോൾ ഇനി ബാക്കി വിശേഷമായിട്ട് അടുത്ത വീഡിയോയിലേക്ക് കാണാം.